ഇനിയിപ്പോൾ ചൂട് കൂടാൻ പോവുകയാണ്. ഒരുപാട് രോഗങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. ജാഗ്രതയോടെ പോവേണ്ടതാണ്. മാത്രമല്ല ഈ ചിക്കൻ ബോക്സ് പോലുള്ള രോഗങ്ങളൊക്കെ ചിലയിടത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്ന് നമുക്ക് കടക്കാം. ഈ വൈറൽ പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായതോടെ ഇടുക്കിയിൽ ജാഗ്രതാ നിർദ്ദേശം. 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 36 കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് സ്ഥിരീകരിച്ചതോടെയാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി. ജനുവരിയിൽ മാത്രം 5815 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. മഞ്ഞപ്പിത്തം, എലിപ്പനി, മലേറിയ, മുണ്ടിനീര് എന്നിവയും ആശങ്ക ഏറ്റുകയാണ്. ഒരു ഡോക്ടറുടെ പ്രതികരണം കാണാം. കൂടി വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് അതാത് സ്ഥാപനങ്ങളിൽ ഉള്ള ഔട്ട്ബ്രേക്ക് വന്നിരിക്കുന്ന പൈനാവ്, തൊടുപുഴ, ചുങ്കം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആ ഏരിയയിൽ ആ വാർഡുകളിൽ നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത പറഞ്ഞിട്ടുണ്ട്. മറ്റ് പനികൾ ഇപ്പോൾ ഡെങ്കു, എലിപ്പനി, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ജില്ലയിൽ കണ്ടുവരുന്നുണ്ട്. മഞ്ഞപ്പിത്തം ഇപ്പം നിലവിൽ ഔട്ട്ബ്രേക്ക് ഉള്ളത് 7 എണ്ണമാണ് ഇപ്പം നിലവിൽ പെരുവന്താനം പഞ്ചായത്തിൽ ഉള്ളത്. കുടിവെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. കൃത്യമായിട്ട് സോപ്പിട്ട് കൈ കഴുകി വൃത്തിയായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവുള്ളൂ. തൊടുപുഴ, കോടിക്കുളം, ഇളന്തേശം ഭാഗങ്ങളിലും വണ്ടിപ്പെരിയാർ, വാഴത്തോപ്പ്, കാഞ്ചിയാർ, ഉടുമ്പൻചോല, കരിങ്കുന്നം ഭാഗത്തും ഡെങ്കു നിലവിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, ഇടുക്കി ഡെപ്യൂട്ടി DMOയുടെ പ്രതികരണമാണ് കേട്ടത്. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഒരുപാടാണ്. ചിലപ്പോൾ തോന്നിയേക്കാം ഇത് നിസാരമല്ലേ, ഇതൊക്കെ ഇത്ര വലിയ ചർച്ചയ്ക്കുണ്ടോ എന്നുള്ളത്. തീർച്ചയായും ഉണ്ട്. ചൂട് കൂടാൻ പോവുകയാണ്. അസുഖങ്ങൾ ഇങ്ങനെ വരിവരിയായി വരും. ചിക്കൻ ബോക്സ് ആണെങ്കിലും ഈ മലേറിയയുടെ കാര്യമൊക്കെ പറയുന്നു, ഡെങ്കിയുടെ കാര്യം ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ആശങ്ക ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? റോഷിനി, കഴിഞ്ഞ 2-3 മാസമായി ഈ പനിബാധിതരൊക്കെ വർദ്ധിച്ചു വരികയാണ്. നമ്മളും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ പനി സംബന്ധമായ രോഗങ്ങളെ അതിജീവിച്ചും അനുഭവിച്ചും കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പലർക്കും പനി മാറിയെങ്കിലും തൊണ്ടവേദനയും ചുമയും അതോടൊപ്പം കഫക്കെട്ടും ഉൾപ്പെടെയുള്ള പനി സംബന്ധമായ രോഗങ്ങൾ ഇപ്പോഴും വിട്ടുമാറുന്നില്ല എന്നാണ് പല പ്രേക്ഷകരും പറയുന്നത്. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും അത് തന്നെയാണ് പ്രശ്നം. കഴിഞ്ഞ ജനുവരി മാസം മാത്രം 5800-ലധികം ആളുകളാണ് സർക്കാർ ആശുപത്രിയിൽ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത്. പക്ഷേ സ്വകാര്യ ആശുപത്രിയിൽ അതികൂടുതൽ ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ 10-20,000 ആളുകളൊക്കെ ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ച് ചികിത്സ നേടുന്ന സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ചൂട് വർദ്ധിച്ചു വരികയാണ്. അതുകൂടാതെ അതിനിടയ്ക്ക് മഴയുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പനി സംബന്ധമായ രോഗങ്ങൾ ബാധിക്കാൻ കാരണമെന്നാണ് ഡെപ്യൂട്ടി DMO തന്നെ പറയുന്നത്. ഇനിയിപ്പോൾ ജില്ലയുടെ കാര്യങ്ങൾ മാത്രം നോക്കുകയാണെങ്കിൽ പെരുവന്താനം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൂടാതെ മുട്ടം, കല്ലാർവട്ടയാർ, തട്ടക്കുഴ, കാഞ്ചിയാർ, വണ്ടിപ്പെരിയാർ, കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിൽ 10 പേർക്ക് എലിപ്പനി ബാധിച്ചിട്ടുണ്ട്. ആ ഇടങ്ങളിൽ എലിപ്പനി സംബന്ധമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദേവികുളത്ത് റോഷനെ സൂചിപ്പിച്ച പോലെ തന്നെ 23 പേർക്കാണ് മലേറിയ രോഗം ബാധിച്ചിരിക്കുന്നത്. കുട്ടികളിൽ മുണ്ടിനീരും വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളുകളിലും അതീവ ജാഗ്രത വേണം എന്നുള്ളതാണ് പറയുന്നത്. 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 36 കുട്ടികൾക്ക് ചിക്കൻ ബോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബോക്സും മുണ്ടിനീരും ഈ പടരുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതീവ ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒന്നിലധികം കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ ആ ക്ലാസ്സിന് അവധി നൽകിക്കൊണ്ട് ഒരു മുൻകരുതൽ വേണമെന്നാണ് പറയുന്നത്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ അവധി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്ന പോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പുറത്തു പോയി വന്ന ശേഷം കൈയൊക്കെ സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴുകുക. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ വേണ്ട മറ്റ് നടപടിക്രമങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെ പറയുന്നത്. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലയിടങ്ങളിലും എത്തി വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ അത് നല്ല ശുദ്ധജലമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയ ശേഷം അത് കുടിക്കണം എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. റോഷി സൂചിപ്പിച്ച പോലെ തന്നെ ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ജാഗ്രത പാലിക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ രോഗങ്ങൾ വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. റോഷി, തീർച്ചയായും. അപ്പോൾ ഒരുപാട് അസുഖങ്ങളുടെ പേരുകളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ ഉള്ള മുണ്ടിനീര്. അപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും ഒക്കെ മുതിർന്നവർ കുട്ടികളുടെ കാര്യത്തിൽ കൂടി ശ്രദ്ധിക്കേണ്ട സമയമാണ്.